ഏതൊക്കെ തരം ബിസിനസ്സിലാണ് ഷെറിയ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമുക്ക് ഇടപെടേണ്ടത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഏത് തരം ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ പാടില്ല, എന്തൊക്കെ തരം ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ല. അതേമാതിരി ഇൻ കേസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് എലമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പെർജ് ചെയ്തിട്ട് അത് വേറെ എന്തെങ്കിലും സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് നമുക്ക് ദാനമായിട്ട് കൊടുത്ത് അത് പ്യൂരിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ താസിസ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ താസിസ് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവർ ക്ലിയറായിട്ട് ഇവരുടെ കീഴിൽ തന്നെ ഒരു 3 വളരെ നല്ല സ്കോളേഴ്സ്, ഇസ്ലാമിക് കാര്യങ്ങളൊക്കെ അറിയുന്ന സ്കോളേഴ്സ്, മുഫ്തീസാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ട്, അതേമാതിരി UK നിന്നുണ്ട്, കാനഡയിൽ നിന്നുണ്ട്. ഇവരാണ് ഈ പറഞ്ഞ റെഗുലേഷൻസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ അപ്രൂവലോട് കൂടിയാണ് ഈ ഒരു എങ്ങനെയാണ് ഷെറിയ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുള്ള പ്രിൻസിപ്പിൾസ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 3 പ്രോസസ്സ് അനുസരിച്ചിട്ടാണ് ഇവർ ഈ ചെയ്യുന്നത്. ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അതേമാതിരി ഫിനാൻഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഇൻ കേസ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പെർജ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള 3 സെറ്റായിട്ടുള്ള പ്രോസസ്സാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് പ്രോസസ്സിൽ എന്താണെന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റിലേറ്റഡ് ബിസിനസ്സിലൊന്നും പാടില്ല. അപ്പോൾ ബാങ്ക്, ഇൻഷുറൻസ്, പിന്നെ സ്റ്റോക്ക് ബ്രോക്കിങ്, ഇത്തരം ബിസിനസ്സിൽ ഏർപ്പെടുന്ന കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതേമാതിരി ഇപ്പോൾ ഗോൾഡ് ലോണൊക്കെ ചെയ്യണം NBFC, ഇതിലൊന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇൻട്രസ്റ്റ് എലമെൻറ്റ് ഉള്ള ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണോ അത് അവോയ്ഡ് ചെയ്യുക ക്ലിയറായിട്ട്. ഇനി അതേമാതിരി തന്നെ ഇപ്പോൾ നോൺ ഹലാൽ ഫുഡുകളുണ്ട്, പോർക്ക് സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉള്ള കമ്പനികളിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൽ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോണോഗ്രഫി, അതേമാതിരി ഇപ്പോൾ നർക്കോട്ടിക്സ്, ഇങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സിലുള്ള ഒരു ബിസിനസ്സിൽ നമ്മൾ ഏർപ്പെടാനായിട്ട് ക്ലിയർ നോ ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞ എന്തെങ്കിലും ഗാംബ്ലിംഗ് പരമായിട്ടുള്ള ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒരിക്കലും വരാൻ പാടില്ല. മദ്യം, ടൊബാക്കോ, ഇതൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഇത്തരം ബിസിനസ്സുകൾ എന്തുണ്ടോ ആ ബിസിനസ് എടുക്കുക, അത് ഫിൽട്ടർ ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ പാടില്ല.